ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെയ്ത്ത് ടിപ്സിന്റെ ഈ എപ്പിസോഡിൽ നിങ്ങൾ ചിലരൊക്കെ ചോദിച്ച ഒരു സംശയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ നേർച്ചകൾ നിറവേറ്റാതിരുന്നാൽ പ്രശ്നമുണ്ടോ? നമ്മുടെ ഈ ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടങ്ങളിലോ അല്ലെങ്കിൽ മനുഷ്യപ്രയത്നം കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ നേർച്ചകൾ നേരുന്നതല്ലേ. ഈ നേർച്ച ദൈവത്തോടോ വിശുദ്ധരോടോ ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു വാഗ്ദാനമാണ്. നേർച്ച നേർന്നാൽ അത് കാലതാമസമില്ലാതെ പൂർത്തീകരിക്കണമെന്നൊക്കെ നമ്മുടെ വലിയ കാരണവന്മാരൊക്കെ നമ്മളെ പറഞ്ഞ് പരിശീലിപ്പിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. ഒരു വാഗ്ദാനം ചെയ്തിട്ട് അത് ലംഘിച്ചാൽ ആ തെറ്റ് ആരോടാണെങ്കിലും അത് ശരിയായ പ്രവൃത്തിയല്ല എന്ന് നമുക്കറിയാം. അത് ദൈവത്തോടോ വിശുദ്ധരോടോ ഒക്കെ ആണെങ്കിൽ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഒരു കാര്യമാണെന്നും അറിയാം. അതിനാൽ തന്നെ നേർച്ച നിറവേറ്റുക എന്നത് വാഗ്ദാനം ചെയ്ത ആ വ്യക്തിയുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. എങ്കിലും നമ്മൾ ഈ മാനുഷികമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നേർച്ച നേർന്ന ആ സാഹചര്യം അയാൾക്ക് പിന്നീട് ഉണ്ടാകണമെന്നില്ല. ആ വ്യക്തിയുടെ ജീവിതാവസ്ഥയ്ക്ക് ചിലപ്പോൾ കുറവ് വന്നേക്കാം. ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരാം. ഏതെങ്കിലും ഒരു കാരണത്താൽ ഏറ്റെടുത്ത നേർച്ച നിറവേറ്റാൻ അയാൾക്ക് സാധിക്കാതെ പോകുന്നു എന്നൊന്ന് കരുതുക. ഉദാഹരണമായി, ഒരു വലിയ തുക ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേർച്ചയായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ പിന്നീട് അയാൾക്ക് കൈവശം പണമില്ല. പലരോട് ചോദിച്ചു, പക്ഷെ ആരും കൊടുക്കാൻ തയ്യാറല്ല. അല്ലെങ്കിൽ വേളാങ്കണ്ണി മാതാവിന് ഒരു പവന്റെ മാല നേർച്ചയായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ അത് വാങ്ങാനായിട്ടുള്ള പണമില്ല. ഇപ്രകാരം ഏതെങ്കിലുമൊക്കെ കാരണത്താൽ നേർച്ച നിറവേറ്റാൻ സാധിക്കാത്തൊരു സാഹചര്യം ഒരു വ്യക്തിക്കുണ്ടായി എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും വൈദികന്റെ അടുത്ത് ചെന്ന് ഇക്കാര്യം ഏറ്റുപറഞ്ഞ് ഏറ്റെടുത്ത നേർച്ചയ്ക്ക് പകരം ആ വ്യക്തിക്ക് അയാളുടെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നേർച്ചയാക്കി അതിനെ കൺവേർട്ട് ചെയ്യാൻ മാറ്റാൻ സാധിക്കും. എങ്കിൽ ഓർക്കുക, ദൈവത്തോടൊരു വാഗ്ദാനം ചെയ്താൽ ആ വാഗ്ദാനം നിറവേറ്റാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം വാഗ്ദാനം ചെയ്ത ആ വ്യക്തിക്കുണ്ട്. അറിഞ്ഞുകൊണ്ട് ആരും നേർന്ന നേർച്ച വേണ്ടെന്ന് വെക്കില്ല. കാരണം നേർച്ച നാം സ്വയമായി രഹസ്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നേരുന്ന കാര്യമാണ്. അതിനാൽ തന്നെ നേർച്ചയിൽ മാറ്റം വരുത്തി ഇളവ് ചെയ്യാൻ ആഗ്രഹിച്ച് ഒരു പുരോഹിതനെ സമീപിക്കുമ്പോഴും ഒരാളുടെ വിധികർത്താവ് അയാളുടെ മനസ്സാക്ഷിയാണ്. കാരണം നേർന്നത് മനസ്സിൽ ദൈവത്തെ സാക്ഷിയാക്കിയാണല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ.